സ്മൃതി, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജനാധിപത്യം സംരക്ഷിക്കാനുള്ള പോരാട്ടം എന്ന നിലയിലാണ് കഴിഞ്ഞ ദിവസം എല്ലാ പ്രതിപക്ഷ പാർട്ടി നേതാക്കളും രാംലീല മൈതാനിയിൽ യോജിച്ച് നിന്നിട്ടുള്ളത്. അവിടെ നേരത്തെ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ മാച്ച് ഫിക്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാച്ച് ഫിക്സിംഗ് എന്ന് പറഞ്ഞാൽ കളി നടക്കുന്നതിന് മുമ്പ് അമ്പയറിനെ, ക്യാപ്റ്റനെ അല്ലെങ്കിൽ കളിക്കാരെ ഫിക്സ് ചെയ്യുക, എന്നിട്ട് ജയം തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള ശ്രമം നടത്തുക. ഇവിടെ എന്താണ് ആ നിലയിലുള്ള ശ്രമം എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാ ചർച്ചകളിലും ഉന്നയിക്കുന്ന വിഷയമല്ലേ. അബ് കി ബാർ 400 പവർ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഇവർ ഉയർത്തിയിരിക്കുന്നു. എങ്ങനെയാണ് 1952 മുതൽ 2019 വരെയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇങ്ങനെ ഒരു മുദ്രാവാക്യം കേട്ടിട്ടുണ്ടോ? ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുക, എന്നിട്ട് ആ ടാർഗറ്റിലേക്ക് നടന്നെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർസെപ്ഷൻ സൃഷ്ടിക്കുക എന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെ ഒരു മാച്ച് ഫിക്സിംഗ് ഉണ്ടോ എന്നുള്ള സംശയം രാഹുൽ ഗാന്ധിയെ പോലുള്ളവരിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. നോക്കൂ, ഇതാദ്യമായിട്ടാണ് സ്വതന്ത്ര ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് അന്താരാഷ്ട്ര നിരീക്ഷണത്തിലേക്ക് വരുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നോക്കൂ, ഐക്യരാഷ്ട്രസഭ, അമേരിക്ക, ജർമ്മനി, ആംനസ്റ്റി ഇന്റർനാഷണൽ ഇവരെല്ലാം പറയുന്നത് എന്താണ്? നമ്മളാണ് പല രാജ്യങ്ങൾക്കും ജനാധിപത്യം പകർന്നു കൊടുത്തിരിക്കുന്നത്, നമ്മളാണ് പല രാജ്യങ്ങളിലും പാർലമെന്റ് നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഇന്ത്യയോട് പറയുകയാണ്, നിങ്ങളുടെ ജനാധിപത്യം കുറച്ചുകൂടി സുതാര്യമാകണമെന്നും അത് കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണമെന്നും ഒക്കെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം 2014 അധികാരമേറ്റിട്ടുള്ള നരേന്ദ്രമോദിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്ത്യയിൽ പൂർണ്ണമായും ജനാധിപത്യം അട്ടിമറിക്കപ്പെടുമോ അതോ ഭാഗികമായി അട്ടിമറിക്കപ്പെടുമോ എന്ന സംശയം മാത്രമേ ഇന്നലെ രാംലീല മൈതാനിയിൽ ഒത്തുകൂടിയിട്ടുള്ള പ്രതിപക്ഷ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. ഒരു രാജ്യത്ത്, ജനാധിപത്യമുള്ള ഒരു രാജ്യത്ത് പ്രതിപക്ഷ നേതാക്കൾക്ക് വന്നിട്ട് തെരഞ്ഞെടുപ്പ് നീതിപൂർവമാകില്ല എന്ന സംശയമുണ്ട് എന്ന് പറയാനുള്ള അവകാശം ഈ രാജ്യത്തില്ലെങ്കിൽ അതുതന്നെയാണ് ജനാധിപത്യമില്ല എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് EVMനെ ചോദ്യം ചെയ്തുകൂടാ? ഇന്ന് ദിഗ്വിജയ് സിംഗ്, കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവ്, അദ്ദേഹം പറയുണ്ടായി, ഞാൻ 400 സ്ഥാനാർത്ഥികളെ നിർത്താൻ വേണ്ടി ശ്രമിക്കുമെന്ന്. 398 പേരെ മാത്രമേ നിങ്ങൾക്ക് EVMൽ ഉൾക്കൊള്ളിക്കാൻ കഴിയൂ. 398-ൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ വന്നാൽ നമുക്ക് പേപ്പർ ബാലറ്റിലേക്ക് തിരികെ പോകേണ്ടി വരുമെന്നുള്ളതാണ്. നോക്കൂ, അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ട് എങ്കിൽ അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് കരുതുന്ന ആളാണ്. EVMൻ്റെ കാര്യം നേരത്തെ സുജിയ പറഞ്ഞു. നോക്കൂ, EVMൻ്റെ ഡിസൈന്, ഇംപ്ലിമെൻറ്റേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ വെരിഫിക്കേഷൻ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ പൂർത്തിയാക്കിയിട്ടില്ല. അത് ഒരു വർഷം മുമ്പ് ഇന്ത്യ ബ്ലോക്കിൻ്റെ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് ഈ പരാതി ഉന്നയിച്ചിട്ടുള്ളതാണ്. ആ പരാതിയിൽ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. അക്കാര്യത്തിലൊരു ചർച്ച പോലും യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാധ്യമാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ EVM, VVPATൻ്റെ ഘടനയുടെ കാര്യത്തിനകത്ത് അതിൽ ഹാക്കിംഗ് ഉണ്ടോ, അതിനകത്ത് ടെമ്പററി വോട്ട് ഇഞ്ചക്ഷൻ നടക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെയും ഒരു ഗ്യാരണ്ടി ആവശ്യപ്പെട്ടിട്ട് പ്രതിപക്ഷ നേതാക്കൾ ഏറെക്കാലമായി അക്കാര്യത്തിലൊന്നും തീർപ്പ് കൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാറുണ്ട് എല്ലാ ദിവസവും. 2014 മുതൽ CBIയും EDയും ഒക്കെ തന്നെയും അന്വേഷിക്കുന്ന കേസുകളിൽ, അല്ലെങ്കിൽ പുതുതായി രജിസ്റ്റർ ചെയ്ത കേസുകളിൽ 90%-ലധികവും പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയാണ്. ഇന്ത്യയിൽ മാധ്യമങ്ങൾ മുഴുവൻ കോർപ്പറേറ്റുകളുടെ അധീനതയിലായി. അത് BJPയുമായി നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഒരു വെപ്പണായി ഈ പറയുന്ന കോർപ്പറേറ്റുകൾ മാധ്യമങ്ങളെ ഉപയോഗിച്ചു തുടങ്ങിയിട്ട് ഏറെക്കാലമായിരിക്കുന്നു. IT സെല്ലാണ് പ്രധാനമായും ഇവിടെ വർഗീയ കലാപം ഉണ്ടാക്കുന്നത് എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നരേന്ദ്രമോദി തന്നെ ഇവിടെ പത്തനംതിട്ടയിൽ വന്നപ്പോൾ ഉന്നയിച്ച വിഷയം എന്താണെന്ന് അറിയാമോ? ഈരാറ്റുപേട്ടയിൽ ഒരു ക്രൈസ്തവ പുരോഹിതനെ ആക്രമിച്ച വിഷയം. നമ്മളിവിടെ കേരളത്തിൽ പോലും ചർച്ച ചെയ്യാത്ത വളരെ പ്രാദേശികമായ ഒരു വിഷയം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നിട്ട് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സമൂഹത്തെ വിഭജിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലൊക്കെ തന്നെയും മാച്ച് ഫിക്സിംഗ് ഉണ്ടോ എന്ന സംശയം വരില്ലേ? നോക്കൂ, ആ നിലയിൽ വിഭജിച്ച് വോട്ട് തട്ടിയെടുക്കാൻ വേണ്ടി കേരളത്തിലൊരു ശ്രമം നടത്തുന്നു എന്ന സംശയം വരില്ലേ? ഇപ്പോൾ AI പവേർഡ് ഡീപ് ഫേക്സ്, മറ്റ് ടെക്നോളജിക്കൽ സൊല്യൂഷൻസ് ഒക്കെ വരുന്ന കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ സംശയമുണ്ട്. അതാണ് ഈ കളിക്കാരെ, ക്യാപ്റ്റന്മാരെ, അമ്പയർമാരെ സ്വാധീനിച്ച് മാച്ച് ഫിക്സിംഗ്. 2 കളിക്കാർ ഇതിനകം പുറത്തായി എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ശരിയല്ലേ? ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? റഷ്യയിലല്ലാതെ ലോകത്ത് വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ നിൽക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുക, എന്നാണ് അവർ പുറത്തു വരിക എന്നറിയാത്ത വിധത്തിൽ ജയിലിടുന്ന ഈ രാജ്യത്ത് ജനാധിപത്യം അപകടത്തിലാണ്. മാച്ച് ഫിക്സിംഗ് ആണ് ഇവിടെ നിന്ന് പറയുന്നത് തെറ്റെന്നല്ല, പൂർണ്ണമായും ശരിയാണ്.
ശരി രാഹുൽ. Meet the editors.